ഒഫീഷ്യലി ഗൈസ് നമ്മള് RG7 ആസ്ട്രിക്സിലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഫോം ആയി ഇന്നലെ. പിന്നെ ഇന്നലെ പ്രോപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. കുറെ പേർക്ക് ഇന്നലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റാത്ത ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബർഗണ്ടി തന്നെയാണ് കളർ നമ്മൾ ബർഗണ്ടി വിത്ത് വൈറ്റ് പിന്നെ കുറച്ച് ഗോൾഡ് ഷെയ്ഡ്, അതാണ് നമ്മളെ കളർ. 50% ബർഗണ്ടി, 30% വൈറ്റ്, 20% ഗോൾഡ്, അങ്ങനെയാണ് നമ്മളെ ഇത്. ഇന്ന് കറന്റ്ലി എന്തോ ഇവരെ ഒരു കാർട്ടൽസിനെ മീറ്റ് ചെയ്യണ എന്തോ ഒരു ഇത് ഉണ്ടെന്ന് പറഞ്ഞു. ലീഡറും കോ ലീഡറും മാത്രം ആദ്യം മീറ്റ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ആ ഒരു ഉണ്ട്, അവരെ പോയി മീറ്റ് ചെയ്തിട്ട് അവരെന്താ പറയണത് നോക്കണം. പിന്നെ യുവർ ടീഷർട്ട് കളർ നമ്മൾ പിന്നെ അതേ ഒറ്റതാണല്ലോടാ ഇത്. ബർഗുണ്ടി ആകെ തലയിലാവുന്ന തോന്നുന്നു ലാസ്റ്റിന്. എവിടെ പോസ്റ്റ് 10K 10K ഉണ്ട്. 10K എവിടെയും പോയിട്ടില്ല. അത് നമ്മളെ കൈമേ റെഡിയാക്കി വെച്ചിക്കണ്. അത് എങ്ങനെ തരണം എന്നുള്ളത് കൺഫ്യൂഷൻ ആയതുകൊണ്ട്. ഹലോ കുറിപ്പ് പറ. പെട്ടെന്നോ 15K അല്ല, 15K ജാസ്കി ബ്രോ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണല്ലോ. നമ്മൾ ലൈവ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ദിൽഷാ ബ്രോ ആയിരുന്നു ഒരു 5K പറഞ്ഞിരുന്നത്. ദിൽഷാ ബ്രോ പറഞ്ഞത് അർജന്റീന തോൽക്കുകയാണെങ്കിൽ 5K തരാന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിന്റെ 5K വെച്ച് ബാക്കി 10K ഉണ്ട്. 10K ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അത് കണ്ടിട്ടില്ല, സോറി, കുഴപ്പമില്ല. റിക്രൂട്ട്സ് ഒക്കെ വരും ഗൈസ്. നാളെ റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. പിന്നെ ഗ്യാങ് ഡ്രസ് ഉണ്ടാവും. ഗ്യാങ് വണ്ടി നാളേക്ക് ഉണ്ടാവില്ല. മേ ബി ഗ്യാങ് വണ്ടി മറ്റന്നാളായിരിക്കും. മേ ബി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൺഡേ ഒക്കെ ആയിട്ട് നമുക്ക് കുഴപ്പമില്ലാത്തൊരു ടെമ്പററി ഗ്യാങ് ഹൗസും ഉണ്ടാവും. എന്തായാലും ഡിലേ ആക്കൂല, സ്പീഡപ്പ് ആയിരിക്കും കാര്യങ്ങൾ. അടുപ്പിച്ചുള്ള വരും ദിവസങ്ങളിൽ എന്തായാലും എല്ലാം ഉണ്ടാവും. വരുന്ന 3 ദിവസത്തിൻ്റെ ഉള്ളിൽ 4 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാം ചെയ്യും. റിക്രൂട്ട്സ് ഹൗ മെനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ഡിസൈഡഡ് യെറ്റ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു റിക്രൂട്ട്സ് എന്തായാലും, ഒരുപാട് പേരെ റിക്രൂട്ട്സ് എന്തായാലും ഉണ്ടാവില്ല, ഉറപ്പാ. ലൈക്ക് ഒരു 6 അല്ലെങ്കിൽ 7, 8, 10, 12 അങ്ങനത്തെ റിക്രൂട്ട്സ് ഒന്നും ഉണ്ടാവില്ല. റിക്രൂട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ഒരു 3 or 4 റിക്രൂട്ട്സ് അല്ലെങ്കിൽ 2 or 3 റിക്രൂട്ട്സ് അതേ ഉണ്ടാവുള്ളൂ. നമ്മൾ പയ്യെ എടുക്കുകയുള്ളൂ ഗൈസ്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഒരു നിങ്ങൾക്ക് കാണുന്ന പുറത്തുനിന്ന് ഇങ്ങനെ കാണുന്ന ഈ ഒരു സാധനം അല്ലാതെ ഇതിൻ്റെ അകത്ത് ഉള്ളത് കുറേ പേർക്ക് അറിയില്ല. നിങ്ങളൊരു ഗ്യാങ് ഫോം ചെയ്ത് നിങ്ങളൊരു ഗ്യാങ് കൊണ്ടടക്കുമ്പോഴേ, അല്ലെങ്കിൽ ഒരു നല്ല രീതിക്ക് കൊണ്ടടക്കണം എന്ന് തോന്നുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസ്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് രാത്രി ഇങ്ങനെ വന്ന് ലൈവ് ഇരുന്ന് കണ്ടു പോകണ പ്രശ്നമല്ല ഇവരൊക്കെ പ്രശ്നങ്ങൾ. ഇന്നിപ്പോൾ അതിലും വലിയ പ്രശ്നങ്ങളായിരുന്നു. 2 എണ്ണം കയറിയിട്ട് 2 ചീത്ത പറഞ്ഞപ്പോഴാണ് കുറേ എണ്ണം ഒതുങ്ങിയത്. അതുവരെ പ്രീവാർ 30 പേര് അറിയാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സിങ്കും ഒരു ഫാമിലി ഫീലിംഗ് ഉണ്ട്, മനസ്സിലായോ? അപ്പം നമുക്ക് കുറേ റിക്രൂട്ട്സ് എടുത്തുകൊണ്ട് ആദ്യം തന്നെ ആ ഒരു ഇത് കളയാനൊന്നും പറ്റൂല. ഇവർക്കൊക്കെ എല്ലാവർക്കും ഓക്കെ ആവണം. ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പം റിക്രൂട്ട്സ് വരും, പയ്യെ നമ്മൾ എടുക്കും. നോ ബെഞ്ചിങ് ഷെയ്ക്കേന്നോ. ബെഞ്ചിങ് ആക്കാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പക്ഷേ ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബെഞ്ചിങ് ആവും. കാരണം ആവശ്യമില്ലാത്ത വള്ളികൾ, പറഞ്ഞാൽ കേൾക്കാത്ത പരിപാടികളൊക്കെയാണ് കുറേ ആൾക്കാരെ കയ്യിൽ നിന്ന്. അങ്ങനത്തെ ആൾക്കാർ കളിക്കണ്ട തൽക്കാലം. വേറെ നമ്മളിപ്പം MRCയിലായിരുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ? MRCയിലായിരുന്ന സമയത്ത് നമ്മൾ ഒരുത്തൻ്റെയും സജഷൻസ് പോലും ചോദിക്കില്ലായിരുന്നു. വേണമെങ്കിൽ കളിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അവിടെ വേണമായിരുന്നു. എല്ലാവർക്കും കളിക്കണം എന്നുള്ളത് അവരാവശ്യമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പം തോന്നിയ പോലെയാണ് കാര്യങ്ങൾ ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കണം. അത് മാറ്റണം. അത് ഞാൻ മാറ്റും. അത് ഞാനൊന്ന് കല്യാണത്തിൻ്റെ തിരക്കും ഇതിമൊന്ന് ഫുള്ളി ആയിങ്ങാണ്ട് എനിക്ക് ഇരിക്കാൻ ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അത് ഞാൻ മാറ്റി എടുക്കുന്നുണ്ട്. എറണാകുളത്തെ പാട്ട് ബാധിച്ച ആരാ ജോഷു എന്നെ കിക്കാക്കുകയാണല്ലേന്നോ? നീ എവിടെയാടാ പുണ്ണെ? നീ സിറ്റി കയറിയിരുന്നോ? നീ മറ്റേ ഇയാള് പറഞ്ഞ മാതിരിയാ ആട്, മറ്റേ
2 പുല്ല് ആരാ ഏറിട്ട് കൊടുക്കണ വെച്ചാൽ ഓലെ പിന്നാലെ പോകുന്ന പറഞ്ഞ മാതിരി ബിലാൽ ഇന്നലെ 2 ജോണി വാക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചുകൊണ്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ തന്നെ ബസ് കയറിയിട്ടുണ്ടാവും തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക്. അതാണ് എൻ്റെ അവസ്ഥ. ചുമ്മാ പറഞ്ഞ സൺഡേ ഷോപ്പ് ഉദ്ഘാടനം അല്ല. അതെ മറ്റന്നാ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ്. നാളത്തെ സ്ട്രീം കഴിഞ്ഞിട്ട് വേണം പോവാൻ. നേരം കിട്ടിയിട്ടില്ല. എനിവേ ഗൈസ്, വെൽക്കം എല്ലാവർക്കും ഒരു വട്ടം കൂടി വെൽക്കം ഗൈസ്, വെൽക്കം ടു സ്ട്രീം. ശരിക്കും ഏതോ ഓഡിറ്റോറിയം പോടാണെന്നോ എന്താണ് പോടാണോന്ന് മനസ്സിലായില്ല. തെന്നമൽ ചോദിച്ചു, ഫുൾ ബോട്ടിൽ ചോദിച്ചു. റിക്രൂട്ട്മെന്റ് നാളെയാണ് ഗൈസ്, നാളെ. നിങ്ങൾ വലിയൊരു എന്താ പറയാ, വലിയൊരു ഹൈപ്പും ഇതും വെക്കണ്ട. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഡിസപ്പോയിന്റഡ് ആവാത്ത നല്ല റിക്രൂട്ട്സ് വരും, അത്രയും പറയുന്നുള്ളൂ. മനസ്സിലായോ? അതിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ വന്നോളണമെന്നില്ല. അത് ഞാൻ അപ്പം തന്നെ പറഞ്ഞുതരാം. ഇനി അതിനിങ്ങനെ മൂഡ് ഔട്ട് ആയിക്കാണ്ട് അല്ലെങ്കിൽ അത് ഇതായിക്കാണ്ട് നിൽക്കണ്ട. വരുന്ന ആൾക്കാർ നമ്മളെ ഫാമിലിൻ്റെ പാർട്ടായിരിക്കും, ബെസ്റ്റ് ആൾക്കാരായിരിക്കും. അത്രേ. അങ്ങനത്തെ ഒരു PC അപ്ഡേറ്റ്. എന്ത് PC അപ്ഡേറ്റ്? എന്താ ബാനറൊക്കെ നാളെ കൊടുക്കണം. നാളെ കൊടുത്താലേ ഇത് നടക്കുള്ളൂ. എന്താ പറയുക, ഗ്യാങ് ഒഫീഷ്യലി ആക്കുള്ളൂ എന്നല്ലേ പറഞ്ഞത്. എനിക്ക് ടൈം ഔട്ട് തരാൻ ധൈര്യം ഉണ്ടോന്നോ? യാഫസ്, അതെന്തിനാ ടൈം ഔട്ട് തരാൻ ധൈര്യം? ഒരു സാധനം പിടിച്ച് നിൽക്കിയ ടൈം ഔട്ടായി. അതിന് ധൈര്യത്തിന്റെ ആവശ്യമൊന്നും വേണ്ട. ആ വന്നല്ലോ ഹനമാല. ഹലോ ആ മേക്കാണോ? അല്ല, നീ വലിയ ആളായില്ലേ സിറ്റിയിലെ? ഞാൻ നീ ഇപ്പൊ എന്തോ CID പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. തുടങ്ങിയിട്ടില്ല. CID ഇവനൊക്കെ ഒരു കേസ് ഏൽപ്പിച്ച ജയിക്കുവോ? CID സമ്മു എന്ന് പറയണ മാതിരി CID മക്കു പറയേണ്ടി വരും. കമ്മൂന്നേക്കാരം CID കമ്മു. DC എടാ ഇവരായിട്ടൊരു മീറ്റിംഗ് ഉണ്ടല്ലോ, അതെപ്പോഴാണ്? 11:15. CID മാക്ക്